ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിലെ ക്രമക്കേട് അന്വേഷിക്കാൻ വിജിലൻസ് അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ഡിവൈഎസ്പി CS ഹരിക്കാണ് അന്വേഷണ ചുമതല. 2 ഡിവൈഎസ്പിമാരും 3 CIമാരും അടങ്ങുന്ന സംഘമാകും കേസ് അന്വേഷിക്കുക. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഇന്നലെയാണ് ഹൈക്കോടതി ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിലെ ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കണമെന്ന് നിർദ്ദേശിച്ചത്. ഇന്ന് ആ ടീം രൂപീകരിച്ചിരിക്കുന്നു. മറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? ശബരിമല കൊടിമരവുമായി ബന്ധപ്പെട്ടുള്ള കൊടിമരം ക്രമക്കേടിലെ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അന്വേഷണം നടത്തുവാനുള്ള വിജിലൻസ് അംഗങ്ങളുടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അന്വേഷണം നടത്തുവാനുള്ള വിജിലൻസ് അംഗങ്ങളുടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് 2 ഡിവൈഎസ്പിമാരും 3 CIമാരും അടങ്ങുന്ന ഒരു സംഘത്തെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഡിവൈഎസ്പിമാരായ ഹരി CS, അജിത് ചന്ദ്രൻ എന്നിവരും CIമാരായ സജി ശങ്കർ, രാജേഷ് കുമാർ, അജി നാഥ് എന്നിവരും അടങ്ങുന്നൊരു സംഘം. അങ്ങനെ ഈ 5 അംഗ സംഘമായിരിക്കും പുതിയ കേസ് അന്വേഷിക്കുക. കൊടിമരത്തിലെ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ നടന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിൽ അന്വേഷണം വേണമെന്ന് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി പറയുന്നത്. ഇത് പ്രത്യേകം ഒരു കേസായിട്ട് പരിഗണിച്ചുകൊണ്ട് തന്നെ അന്വേഷിക്കാമെങ്കിൽ അങ്ങനെയും അന്വേഷിക്കണം. മാത്രമല്ല, വിദഗ്ധരായിട്ടുള്ള ഈ കുറ്റാന്വേഷണത്തിൽ വിദഗ്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഈ ടീമിനെ നിയോഗിക്കാൻ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു നിർദ്ദേശമായിട്ട് ഹൈക്കോടതിയുടെ ഭാഗത്ത് വന്നിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സംഘത്തെ രൂപീകരിക്കുന്നത്. അല്പസമയം മുമ്പാണ് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ സംഘത്തെ രൂപീകരിക്കുന്നത്. 2 ഡിവൈഎസ്പിമാരടങ്ങുന്ന സംഘം, 2 ഡിവൈഎസ്പിമാരടങ്ങുന്ന സംഘവും അതോടൊപ്പം തന്നെ 3 CIമാരും ഈ കേസ് അന്വേഷിക്കും. 2 പേരുടെ പേര് ഒരിക്കൽ കൂടി പറയാം. ഡിവൈഎസ്പിമാരായിട്ടുള്ള ഹരി CSും അജിത് ചന്ദ്രനും, CIമാരായ സജി ശങ്കർ, രാജേഷ് കുമാർ, അജി നാഥ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഈ ശബരിമല കൊടിമര കേസുമായി ബന്ധപ്പെട്ട അതിലെ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ കേസ് അന്വേഷിക്കുക. അല്പസമയത്തിന് മുമ്പാണ് ഇത്തരത്തിൽ ഉത്തരവ് ഇറങ്ങിയത്. എന്തായാലും 2 കേസുകളായിട്ട് ഇപ്പോൾ മാറുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഒന്ന്, പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സ്വർണ്ണക്കവർച്ച അന്വേഷിക്കുന്നു. വിജിലൻസിൻ്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു സംഘം ശബരിമലയിലെ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കൊടിമരത്തിൻ്റെ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ അന്വേഷിക്കുന്നു. ഇതിലൊരു കാര്യം ഏറ്റവും എടുത്തു പറയേണ്ടത്, ഈ 2ാമത് കേസ് ഇപ്പോൾ വിജിലൻസ് അന്വേഷിക്കാൻ പോകുന്ന കേസ് എന്ന് പറയുന്നത് അത് 2014 മുതൽ 17 വരെ ഉണ്ടായിരുന്ന കാലത്ത് UDFൻ്റെ ഭരണസമിതി ഭരിക്കുന്ന കാലത്തുണ്ടായിട്ടുള്ള ക്രമക്കേടുകളാണ് അന്വേഷിക്കുന്നത്. അതായത് ഇപ്പോൾ CPMൻ്റെ ഭരണസമിതി UDFൻ്റെ ഭരണസമിതിയും സംശയത്തിൻ്റെ നിലയിലേക്ക് എത്തുന്നു. സ്വർണ്ണക്കള്ളയിൽ ഇരുവർക്കും പങ്കുണ്ട് എന്ന് BJP നേരത്തെ ആരോപിച്ചതുപോലെ അത് ശരിയാവുന്നൊരു തലത്തിലേക്ക് ഇപ്പോൾ എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു, വിജിലൻസിന്റെ സംഘത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിലെ ക്രമക്കേട് അന്വേഷിക്കാൻ വിജിലൻസ് അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ഡിവൈഎസ്പി CS ഹരിക്കാണ് അന്വേഷണ ചുമതല. പ്രശാന്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.